നമസ്കാരം. ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണത്തിന്റെ അളവിൽ വൻ കുറവുണ്ടെന്ന വിക്രം സാരാഭായി സ്പേസ് സെന്ററിന്റെ കണ്ടെത്തൽ കേസിൽ നിർണായകമായി മാറുന്നു. 1998-ൽ ഈ ശില്പങ്ങളിൽ ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ ഭാരവും നിലവിലെ അവസ്ഥയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ് ശാസ്ത്രീയമായ പരിശോധനാ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങൾ, കട്ടിളപ്പാളികൾ തുടങ്ങി 15ഓളം സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നും ശബരിമലയിൽ വലിയ രീതിയിലുള്ള സ്വർണ്ണക്കൊള്ള നടന്നെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ VSSC എത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി തിരികെ എത്തിച്ച കട്ടിളപ്പാളികളിലും ദ്വാരക ശില്പങ്ങളിലുമാണ് സ്വർണത്തിന്റെ കുറവ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. സ്വർണത്തിന്റെ അളവിനൊപ്പം അതിന്റെ കാലപ്പഴക്കവും തിട്ടപ്പെടുത്തിയുള്ള റിപ്പോർട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഇത് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. നിലവിൽ ശില്പങ്ങളിലുള്ളത് പഴയ സ്വർണമല്ലെങ്കിൽ അത് എവിടേക്ക് മാറ്റപ്പെട്ടു എന്നും പകരം വച്ചിരിക്കുന്ന പുതിയ സ്വർണമാണോ എന്ന് കണ്ടെത്തുകയാവും അന്വേഷണ സംഘത്തിന്റെ അടുത്ത ലക്ഷ്യം. രാജ്യാന്തര പുരാവസ്തു മാഫിയയുമായി ബന്ധപ്പെട്ട കപൂർ മോഡൽ കൊള്ളയാണ് നടന്നതെന്ന് കോടതി നേരത്തെ തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. കോടതി ഈ സംശയം പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ തത്വമയും പറഞ്ഞിരുന്നു, ഇതിൽ ഒരു കടൽ കടത്ത് നടന്നിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ രാജ്യാന്തര വിഗ്രഹ ഈ ആൻറ്റിക് വാല്യൂ ഉള്ള വസ്തുക്കൾ ശേഖരിക്കുന്ന സംഘത്തിന് ബന്ധമുണ്ടെന്ന് തത്വമയും അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇത് ശരിവെക്കുന്ന രീതിയിലാണ് പിന്നീട് വന്ന കോടതി റിപ്പോർട്ട്. എന്തായാലും കൊള്ളയാണോ നടന്നതെന്ന് കോടതി നേരത്തെ തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നതാണ്. സാധാരണ സ്വർണത്തെക്കാൾ പുരാവസ്തു മൂല്യം കണക്കിലെടുക്കുമ്പോൾ ഈ സ്വർണത്തിന് വിപണിയിൽ കോടികൾ വിലമതിക്കും. കേസിൽ തന്ത്രി അടക്കമുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കാണാതായ യഥാർത്ഥ സ്വർണം വീണ്ടെടുക്കാൻ കഴിയാത്തത് അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയാണ്. ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്ന ഈ സീൽ ചെയ്ത റിപ്പോർട്ട് കേസിന്റെ ഭാവി തീരുമാനിക്കുന്നതിൽ അതീവ നിർണായകമാകും. 1998-ൽ ശില്പങ്ങളിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ ഭാരവും നിലവിലെ ഭാരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ് ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളികളിലുമാണ് ഈ കുറവ് വ്യക്തമായിരിക്കുന്നത്. ചെമ്പ് പാളികളിലെ സ്വർണത്തിന്റെ അളവും പഴക്കവും തിട്ടപ്പെടുത്തിയുള്ള ഈ റിപ്പോർട്ട് ശബരിമലയിൽ വൻതോതിലുള്ള സ്വർണ്ണക്കൊള്ള നടന്ന നിഗമനത്തിന് ബലം നൽകുകയാണ്. കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ട് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുകയാണ്. ഇത് നാളെയാണ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്. നിലവിൽ അവിടെ ഉള്ളതിൽ സ്വർണമല്ലെങ്കിൽ അത് എവിടേക്ക് മാറ്റപ്പെട്ടു എന്നും പകരം വച്ചിരിക്കുന്ന പുതിയ സ്വർണമാണോ എന്ന് അന്വേഷണ സംഘം കണ്ടെത്തേണ്ടതുമായിട്ടുണ്ട്. രാജ്യാന്തര പുരാവസ്തു മാഫിയയുമായി ബന്ധപ്പെട്ട കപൂർ മോഡൽ കൊള്ളയാണോ നടന്നതെന്ന് കോടതി നേരത്തെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് തന്നെയാണെന്ന് തെളിയിക്കാൻ ഇനിയും കടമ്പകളേറെയുണ്ട്. കാര്യം ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും SITക്ക് ഒത്തുനോക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ ആ കപൂർ മോഡൽ കൊള്ളയിലാണോ നടന്നിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകൂ എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അടുത്ത ഒരു നിർണായക ഘട്ടത്തിലേക്ക് മാറുകയാണ്. ഈ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ്. എന്താകും ഈ കേസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.